കണ്ണൂർ ചെറുപുഴയിൽ CPIM കോൺഗ്രസ് സംഘർഷം. സ്ഥാനാർത്ഥികളുടെ പ്രചാരണ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനെ ചൊല്ലിയാണ് തർക്കമുണ്ടായത്. സ്ഥലത്ത് ഇപ്പോൾ പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന്. സജോ, ഒരു സംഘർഷാവസ്ഥയുണ്ടോ നിലവിൽ? ഉന്മേഷ, സ്ഥലത്ത് ഇപ്പോഴും സംഘർഷ സാഹചര്യം തുടരുകയാണ്. കണ്ണൂർ ചെറുപുഴ മേലെ ബസാറിലാണ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസ് CPIM പ്രവർത്തകർ തമ്മിൽ തർക്കമുണ്ടായത്. മേലെ ബസാറിൽ ഇതേ സ്ഥലത്ത് കാസർഗോഡ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ വലിയ പ്രചാരണ ബോർഡ് സ്ഥാപിച്ചിരുന്നു. അതിനോട് ചേർന്ന് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ ബാനർ പ്രചാരണ ബോർഡും കോൺഗ്രസ് പ്രവർത്തകരെത്തി സ്ഥാപിച്ചു. ഈ രണ്ട് ബോർഡുകളും അവിടെ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് വലിയ തർക്കമുണ്ടായത്. പ്രവർത്തകർ ചേരിതിരിഞ്ഞ് വലിയ വാക്കേറ്റം നടന്നു. അതിന് പിന്നാലെ സ്ഥലത്ത് ചെറുപുഴ സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തേക്ക് എത്തി. ഇവർ പോലീസ് ഇടപെട്ട് ഒരു സമവായം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നതിനിടെ തർക്കവും കയ്യാങ്കളിയിലേക്ക് വഴിമാറുന്ന സാഹചര്യം ഉണ്ടായി. പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോയി. പോലീസ് ഇടപെട്ടാണ് വലിയ സംഘർഷത്തിലേക്ക് വഴിമാറാതെ പ്രശ്നം ഏറെക്കുറെ സമവായത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ ഇരു വിഭാഗവും അവരുടെ നിലപാടുകളിൽ തന്നെ ഉറച്ചു നിന്നു. ആദ്യം പ്രചാരണ ബോർഡ് സ്ഥാപിച്ചതിനോട് തൊട്ടു ചേർന്ന് സ്ഥാപിക്കുന്നതിനെയാണ് ഒരു വിഭാഗം എതിർത്തത്. മറുവിഭാഗം എവിടെയും സ്ഥാപിക്കാനുള്ള അവകാശമുണ്ട് എന്ന നിലപാടും സ്വീകരിച്ചു. പോലീസ് പക്ഷേ തർക്കമില്ലാതെ ഇരു വിഭാഗവും, അതായത് കോൺഗ്രസ് പ്രവർത്തകരും LDF പ്രവർത്തകർ നിലവിൽ തന്നെ അവിടെ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. മറ്റൊരു ഭാഗത്ത് ബോർഡ് സ്ഥാപിക്കാൻ പോലീസ് കോൺഗ്രസ് പ്രവർത്തകരോട് നിർദ്ദേശിച്ചു. പക്ഷേ ഇതിനെ ചൊല്ലിയാണ് വലിയ തർക്കമുണ്ടായത്. അവിടെയുള്ള ചുമട്ടുതൊഴിലാളി യൂണിയന്റെ ഭാഗമായ INTUC-ക്കും CITU-വിനും അവിടെ പ്രവർത്തകരുണ്ട്. അവരും ആണ് ആദ്യം തർക്കത്തിൽ നിന്ന്. ശരി സജോ, ഏതായാലും നിലവിൽ പോലീസ് സംഘം ഇപ്പോൾ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.